നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറും 2 മിനിറ്റ്, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ വെറും 2 മിനിറ്റ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് 2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹമില്ലേ, ചിലപ്പോൾ സമ്പത്താകാം, ചിലപ്പോൾ ഒരു വീടാകാം, കാറാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട്, നല്ല മാർക്ക് വാങ്ങി നല്ല റിസൾട്ട് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കുന്നതാകാം. ഇങ്ങനെ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നേടാൻ വേണ്ടി ഒരു ദിവസത്തിലെ 2 മിനിറ്റ്, വെറും 2 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന ഒരു ജാപ്പനീസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, കൈസൺ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്ക്, ഈ കൈസൺ എന്ന് പറയുന്ന ഈ ഒരു ജാപ്പനീസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം അതെന്താണോ, നിങ്ങൾ ഉടനെ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമില്ലേ, നിങ്ങൾ ചിലപ്പം വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി നിരന്തരം ചിന്തിക്കുന്നുണ്ടാകാം. ഇത് നടക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ ആഗ്രഹം എനിക്ക് സഫലമാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. ആ ഒരു ആഗ്രഹമില്ലേ, അതെന്താണെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നേടാൻ പറ്റും എന്ന് ഉറപ്പായിട്ട് ആദ്യം തന്നെ വിശ്വസിക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് അതിൽ കൃത്യമായി ഒരാഗ്രഹം മാത്രം ഇപ്പം എഴുതാൻ പാടുള്ളൂ. ആ ഒരു ആഗ്രഹം നിങ്ങൾ കൃത്യമായിട്ടൊരു ബുക്കും പേനയും എടുത്ത് അതിൽ എഴുതി വെക്കുക. ഒരു വരയിടാത്ത ബുക്കോ അല്ലെങ്കിൽ വരയിട്ട ബുക്കോ എടുത്ത് വേറൊന്നും എഴുതാത്തൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പേജിൽ നിങ്ങൾ ആ ഒരു ആഗ്രഹം ആദ്യം തന്നെ എഴുതി വെക്കുക. ശേഷം ഇനി നമ്മൾ ടെക്നിക്കിലേക്ക് കടക്കുകയാണ്, എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ എനിക്കത് നേടിക്കഴിഞ്ഞേ പറ്റുള്ളൂ, എനിക്കത് നേടിയെടുത്തേ പറ്റൂ എന്ന് ഉറച്ച് വിശ്വസിക്കുക. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ അതൊരു ബുക്കിൽ എഴുതി വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അതിരാവിലെ അല്ലെങ്കിൽ ഒരു 10 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ആ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം കേട്ടോ. ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അത് രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എങ്കിലും നിങ്ങൾ ഇനി താമസിച്ച് എഴുന്നേൽക്കുന്നവരാണ്, നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു 2 മിനിറ്റ് അല്ലേ ഉള്ളൂ, അത് നമ്മൾക്ക് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന എത്രയോ സമയങ്ങളുണ്ടല്ലേ, അതിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന, കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെയാണല്ലേ. അതുകൊണ്ടാണ് നിങ്ങളോട് രാവിലെ തിരഞ്ഞെടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിലെ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്തിൽ ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു ആഗ്രഹം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ആഗ്രഹം നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇതിപ്പോൾ എന്താ ഒരു പുതുമ, ഇത് ആദ്യം തൊട്ടേ നിങ്ങൾ പറയുന്ന കാര്യമല്ലേ. മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം, നിങ്ങൾ ആ ഒരു കാര്യത്തെപ്പറ്റി നിരന്തരം ആഗ്രഹിക്കണം, ആലോചിക്കണം എന്ന് എല്ലാ ദിവസവും പറയുന്നതല്ലേ. ഇതിലെന്താണ് പുതുമ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. പുതുമയുണ്ട് കേട്ടോ. നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു പുതുമയെ പറ്റിയാണ് ഇനി പറയുന്നത്. എന്താണ് കൈസൺ റൂള് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും ഏത് സമയമാണോ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു 2 മിനിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കൃത്യമായ 2 മിനിറ്റ് ആയിരിക്കണം. അതിനെ നമ്മളിപ്പോൾ 8 മണി അല്ലെങ്കിൽ 9 മണി അങ്ങനെ ഒരു സമയം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുവാണെങ്കിൽ ആ കൃത്യമായിട്ടുള്ള സമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ ആ ഒരു 9 മണി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ശാന്തമായിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഒരു 9 മണിക്ക് തന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഒരു ആഗ്രഹം നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായി, വളരെ കൂളായി, ഒരു കാര്യങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. ഏകാഗ്രഹമായി ഇരുന്നു കൊണ്ട്, ഏകാന്തമായിട്ട് ഏകാഗ്രതയോടുകൂടി ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട്, അത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സമ്പത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാകാം. അതെന്തുമായിക്കോട്ടെ ആ ഒരു കാര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു സമയത്തിലാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ആ 9 മണി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ 9 മണിയിലെ ആ ഒരു 2 മിനിറ്റ്, 9.2 എന്ന ആ ഒരു മിനിറ്റ് നിങ്ങൾ അത്രയും സമയം 9 തൊട്ട് ആ ഒരു 2 മിനിറ്റ് നിങ്ങൾ കൃത്യമായി കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആ ഒരു സമയം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം കേട്ടോ. ആ ഒരു നിങ്ങൾ ഫ്രീ ആകുമെന്ന് ഉറപ്പുള്ള ആ ഒരു സമയം മാത്രമേ നിങ്ങൾ ഈ ഒരു ടെക്നിക്കിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, പല സിറ്റുവേഷൻസ് വരാം, അല്ലെങ്കിൽ പല തിരക്കുകൾ വരാം. നിങ്ങൾക്ക് ആ ഒരു 2-3 ദിവസം നിങ്ങൾക്ക് ആ ഒരു സമയം വിട്ടുപോയി, എനിക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, 1-2 ദിവസം ചെയ്തു, പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാതെ ആ ഒരു ആഗ്രഹത്തെ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല, ഇതൊക്കെ വെറുതെ ആയിരിക്കും, ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്
സമയത്തേക്കൊക്കെ എനിക്ക് നടക്കുകയല്ല, എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഫ്രീ ആവുകയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെ ഒഴിവാക്കി കളയാതെ, വിട്ട് കളയാതെ, നിങ്ങൾ ആ ഒരു 2 ദിവസം 3 ദിവസം ചെയ്തില്ലെങ്കിൽ സാരമില്ല, 4ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. ആ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹം നേടിക്കഴിഞ്ഞതായിട്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ആ പണം എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതായത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ പ്രപഞ്ച ശക്തിയിലും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവമില്ലേ, ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇനി നടക്കുമോ, ഇതിനെ നടക്കുമോ. ചിലരുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒന്നും വിജയിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർക്ക് തന്നെ വിശ്വാസമില്ല. ഇതിനെ കൊണ്ട് പറ്റുമോ, ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒരു ഡൗട്ട് കിടപ്പുണ്ട്. അതായത് ഇതിനെ എന്നെ കൊണ്ട് സാധിക്കുമോ, ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ളൊരു ആ ഒരു വിശ്വാസക്കുറവാണ് പലരുടെയും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരേ സമയം നിങ്ങൾ കൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ റിപ്പീറ്റേഷനും ഒരുപോലെ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് ആ ഒരു കാര്യത്തെ വളരെയധികം അട്രാക്ട് ചെയ്യുകയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ആഗ്രഹം നേടിത്തരാനായിട്ട് യൂണിവേഴ്സിന് സാധിക്കുകയും ചെയ്യും കേട്ടോ. അതിനുള്ള അവസരങ്ങൾ, വ്യക്തികൾ, ഇതൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ, സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് യൂണിവേഴ്സിലേക്ക് നിങ്ങൾ കൃത്യമായുള്ള ആ ഒരു ഫ്രീക്വൻസി, വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള നിങ്ങളെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിങ്ങളിങ്ങനെ പറയുകയും അഫർമേഷൻസ് പറയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ആ ഒരു കൃത്യമായ ആ ഒരു തരി പോലും സംശയമില്ലാത്ത ആ ഒരു ഫ്രീക്വൻസിയിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഹൈ എനർജി ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും കേട്ടോ. യൂണിവേഴ്സ് അത് നടത്തി തരാൻ വേണ്ടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ആവശ്യമായ അവസരങ്ങൾ, വ്യക്തികൾ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം, എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എൻ്റെ ജീവിതത്തിൽ എനിക്കിത് നേടാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ അതിനുവേണ്ടി നിരന്തരം ഒരു ദിവസം 1-2 ദിവസം നിങ്ങൾക്ക് ഈ ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ ആ ഒരു സമയം കടന്നുപോയി, നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ 3ാമത്തെ ദിവസം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കൈസൻ റൂള് പറയുന്നത് കൃത്യമായ ഒരു ദിവസത്തിലെ കൃത്യമായ സമയം, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ആ ഒരു കൃത്യമായ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഓരോ തോട്ട്സും അത്രയും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു തോട്ട് എന്ന് പറയുന്നത്, ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ ഒരു ചിന്തയാണ് കേട്ടോ. അപ്പം ഈ ഒരു റൂൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക. വെറും 2 മിനിറ്റ്, ഒരു 24 മണിക്കൂറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു 2 മിനിറ്റിലേ അതിനുവേണ്ടി ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു 2 മിനിറ്റ് കൂടിപ്പോയാലും സാരമില്ല, കൃത്യമായിട്ട് ആ ഒരു 2 മിനിറ്റിൽ കുറയാതെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിൽ പറയാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ കൃത്യമായി നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോഴാണ് വീണ്ടും നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതും നമ്മളിൽ നിന്നും ഒരുപാട് അകലെയായി പോകുന്നതും. നമുക്ക് എന്താണെങ്കിലും എന്നെക്കൊണ്ട് എന്താണ് ഇതൊന്നും പറ്റാത്തത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, പിന്നെ അത് വിട്ടുകളയും, പിന്നെ പല തിരക്കുകളിലായി. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, വർഷത്തിൽ 1-2 ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ആഗ്രഹത്തെയും നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഒരേ സമയം കൂടെ തിരഞ്ഞെടുക്കുമ്പോൾ കൈസൻ റൂൾ പറയുന്നത് ജാപ്പനീസ് റൂളാണിത്. അവർ ഒരുപാട് റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ 100% റിസൾട്ട് കിട്ടുമെന്ന് അവർ ഒരുപാട് പേര് അനുഭവസ്ഥർ പറയുന്ന ഒരു മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ കൈസൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഞാനിപ്പം ഈ അടുത്തിടെ തന്നെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കൈസൺ റൂള്, അതായത് 2 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കൈസൺ ജാപ്പനീസ് മാനിഫെസ്റ്റേഷൻ റൂള് തീർച്ചയായും എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ അതുവഴി നേടിയെടുക്കുക. ഉറപ്പാണ് കേട്ടോ, റിസൾട്ട് ഉറപ്പാണ്. അപ്പം
ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് നിരന്തരമായ ചിന്തയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിതൊന്നും ഇല്ലാതെ നമ്മൾ എന്തിനൊക്കെയോ ജീവിക്കുന്നു, ഒരു ആഗ്രഹവും ഇല്ല, എങ്ങനെയൊക്കെ ഓരോരോ ദിവസങ്ങൾ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ ഒരു പ്രചോദനമോ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കണം എന്ന് പോലും നമുക്കൊരു തോന്നലുണ്ടാകുകയല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ, ഇപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലാണ് നിങ്ങളുള്ളതെങ്കിലും അതൊക്കെ വിട്ട് കളഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ എന്നും ഈ സാഹചര്യമല്ല, നാളെ നമുക്കൊരു നല്ല ദിവസം എനിക്കും ഉണ്ടാകും, നല്ല നാളുകൾ എനിക്കും ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഓരോരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളും നിങ്ങൾ പ്രപഞ്ചശക്തിയിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലും നിങ്ങളിലുമൊക്കെ ഉറച്ച് വിശ്വസിക്കുക. ഓരോരോ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുമ്പോൾ നമുക്ക് അതിഭയങ്കരമായ സന്തോഷമാണ് കേട്ടോ നമ്മളുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പം അതൊക്കെ നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഭയങ്കരമായ പ്രചോദനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ കൃത്യമായ രീതിയിൽ കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക കേട്ടോ. വെറുതെ കേട്ട് ഒരു ചെവി കൂടെ കേട്ട് ഇപ്പുറത്തൂടെ കളയാതെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്നത്തെ ആശംസിക്കുന്നു. മുമ്പോട്ടുള്ള ദിവസങ്ങളൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.